ഇപ്പോൾ ഇതാ ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. പുക പടർന്ന കാഷ്വാലിറ്റിയിലടക്കം UPS പൊട്ടിത്തെറിച്ച് പുക പടർന്ന സാഹചര്യത്തിൽ നിരവധി രോഗികൾക്ക് അസ്വാസ്ഥ്യം സൃഷ്ടിച്ച സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടേക്ക് എത്തുന്നത്. എന്നാൽ 4 പേരുടെ മരണം പുക ശ്വസിച്ചാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റു കാര്യങ്ങളും പുറത്തെത്തിയതിന് ശേഷം മാത്രമേ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാനാകൂ. പ്രാഥമികമായ വിവരം ഈ പുക പടരുന്നതിന് മുമ്പ് തന്നെയാണ് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. പുക പടർന്നത് മൂലമല്ല മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്തായിരുന്നാലും കാഷ്വാലിറ്റിയിലുണ്ടായ ഈ അപകടത്തെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടം സന്ദർശിക്കുകയാണ്. അടിയന്തരമായ യോഗങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക. ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെതിരായ നടപടി കർശനമായി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് ആരോഗ്യമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ നടപടികളിലേക്ക് പോവുക. നേരത്തെ അവിടുത്തെ ഡോക്ടർമാരും മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ ചേർന്ന് അടിയന്തരമായ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം കാഷ്വാലിറ്റിയിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളെ സംബന്ധിച്ചുമൊക്കെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് അത് നടപടി പ്രക്രിയകൾ തുടങ്ങിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് UPS അടക്കമുള്ളവയിൽ നിന്ന് തീ പടർന്നു എന്നത് വ്യക്തമായ സൂചനകളുണ്ട്. അത്തരം കത്തി നശിച്ച ബാറ്ററികളടക്കം അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. വലിയ ക്രമീകരണങ്ങളാണ് അവിടെ വരുത്തിയിരിക്കുന്നത്. മേഘാമാധവൻ ചേരുകയാണ്. മേഘ, ഇതാ മന്ത്രി എത്തി. ഇനിയിപ്പോൾ അടിയന്തരമായ യോഗങ്ങൾ, നടപടികൾ, ഇനി മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നടപടി ഉണ്ടാകുമെന്ന് ദില്ലിയിൽ മുഖ്യമന്ത്രിയും അറിയിച്ചു കഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ വീണ ജോർജ് അവിടെ എത്തി. അജിംഷാദ്, ഈ അപകടം ഇന്നലെ രാത്രിയോടുകൂടിയാണ് നടക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യമന്ത്രി ഇവിടേക്ക് എത്തുകയായിരുന്നു. എത്തിയ ഈ സംഭവ സ്ഥലം, അതായത് പുക പടർന്ന ഈ PMSY ബ്ലോക്ക് മന്ത്രി സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. മന്ത്രിക്കൊപ്പം ഈ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരും ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ യോഗം ചേരും എന്നതാണ് മനസ്സിലാക്കുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ, അതിനൊപ്പം വിവിധ വകുപ്പ് മേധാവികളൊക്കെ തന്നെയും ഈ പുക പടർന്ന ഈ പ്രദേശം, ഈ ബ്ലോക്ക് സന്ദർശിക്കുകയാണ്. അതിനുശേഷം ഒരുപക്ഷെ യോഗം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥരുമായി കൃത്യമായി മന്ത്രി ചോദിച്ചറിയും എന്നതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഈ ആശുപത്രിയുടെ പ്രവർത്തനം കൃത്യമായി എങ്ങനെ മുൻപോട്ട് പോകാം എന്നതാണ് ഈ സർക്കാർ കൃത്യമായ തീരുമാനം എടുത്തത്. അതിന് പിന്നാലെയാണ് ബീച്ച് ഹോസ്പിറ്റലിന്റെ സജ്ജീകരണം ഒക്കെ തന്നെയും നടത്തിയത്. ഇപ്പോൾ പഴയ കാഷ്വാലിറ്റി സംവിധാനം ഒരുക്കാനുള്ള നടപടികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി ഇപ്പോൾ ഇതിനകത്തേക്ക് കടന്നിരിക്കുകയാണ്. ഒരു പക്ഷേ പുറത്തു വന്നാൽ നമ്മൾ പ്രതികരണം ആരായാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കോഴിക്കോട് ഇവിടെ നിന്നുള്ള 32 രോഗികളെ ഈ സംഭവം നടന്ന് ഉടൻ തന്നെ മറ്റ് ആശുപത്രികളിലേക്ക്, വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരുന്നു. കോഴിക്കോട്ടെ ബീച്ച് ആശുപത്രിയിൽ എല്ലാവിധ സൗകര്യങ്ങളും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിഭാഗം മേധാവികളെയും മറ്റ് ഇടങ്ങളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായി ഡോക്ടർമാരെ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് കൃത്യമായി ചുമതലകൾ നൽകും എന്നതാണ് മന്ത്രി ഉൾപ്പെടെ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട്. ഈ ബ്ലോക്കിൽ, അതായത് PMSY ഈ ബ്ലോക്കിലാണ് പുക പടർന്ന് രോഗികളെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. പലതരത്തിലുള്ള പ്രചാരണം പലയിടങ്ങളിൽ നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. 4 ആളുകൾ മരണപ്പെട്ടത് ഈ പുക പടർന്നതിന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിൽ വ്യക്തത വരുള്ളൂ എന്നതാണ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ, അതായത് ഈ സംഭവം ഉണ്ടായത് ഈ പുക ശ്വസിച്ചത് മൂലമല്ല ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത് എന്ന് നേരത്തെ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ ചെറിയൊരു തടസ്സം പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് അവരുടെ വാക്കുകൾ മാനിച്ച് പുറത്തേക്ക് കടക്കുകയാണ് ജിൻഷാദ്. ഏതായാലും മന്ത്രി ഇപ്പോൾ നിലവിൽ ഈ ആശുപത്രിക്ക് അകത്താണ് ഉള്ളത്. ഈ കെട്ടിടത്തിൽ പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ച നിലയാണ് ഇപ്പോൾ ഉള്ളത്. കാഷ്വാലിറ്റി എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ തന്നെ കാഷ്വാലിറ്റി സജ്ജീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ പുക പടർന്ന ഈ ബ്ലോക്കിൽ കുറച്ച് സമയമെടുത്താൽ മാത്രമേ പഴയ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയിൽ മാത്രമേ എന്താണ് ഈ അപകട കാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും മന്ത്രി ഈ ബ്ലോക്ക് സന്ദർശിച്ച് പുറത്തു വന്നാൽ ഒരുപക്ഷെ മാധ്യമങ്ങൾ പ്രതികരിച്ചേക്കാം, അല്ലെങ്കിൽ യോഗം നടത്താനുള്ള സാധ്യത കൂടി കാണുന്നു. അതിന് പിന്നാലെയായിരിക്കും മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കുന്നത്. അജിൻഷാദ്.
തീർച്ചയായും മേഘ മാധവനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. മന്ത്രി വീണ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവിടെ എത്തി. അപകടം നടന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ ബിൽഡിംഗ് സന്ദർശിക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം അടിയന്തരമായ യോഗങ്ങളുണ്ട്. കർശനമായ നടപടികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഇതിനുശേഷം മന്ത്രി പുറത്തിറങ്ങുമ്പോൾ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് മേഘ മാധവൻ നൽകിയത്.